بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മനുഷ്യർ തെറ്റ് ചെയ്യും എന്നത് സുനിശ്ചിതമാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അവിടെ വൃത്തികേടാകുന്നത് നമ്മുടെ ഖൽബാണ്. ഇത് പരിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞതാണ്. നമ്മളത് വിശ്വസിച്ചു പോരുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തത്തുൻ സൗദാഉ ഫീ ഖൽബിഹി, ഒരു തെറ്റ് ചെയ്യുമ്പോൾ കറുത്ത പുള്ളി മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു. ആ തെറ്റിൽ നിന്ന് അവൻ പിൻവാങ്ങുകയും പരിപൂർണമായി തൗബ ചെയ്യുകയും ചെയ്താൽ അവന്റെ ഖൽബിലെ ആ കറ അത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. തെറ്റിൽ നിന്നും പിന്മാറുന്നതും തൗബ ചെയ്യുന്നതും വേഗത്തിൽ വേണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വൈകിയാൽ അവന്റെ ഹൃദയത്തെ ആ കറുപ്പ് അതിജയിക്കും എന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻ സാദ വഇൻ സാദ സാദത് ഹത്താ യഅ്ലു ഖൽബഹു ദാകറാൻ الذي ذكر الله تعالى عز وجل في القرآن كلا بل ران على قلوبهم ما كانوا يكسبون. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഹൃദയത്തെ കീഴടക്കുന്ന കറുത്ത പുള്ളിയാണ് മനുഷ്യർ ചെയ്യുന്ന ഓരോ പാപങ്ങളും. അതിനെ സമയസന്ദർഭത്തിൽ കൃത്യമായി നേരത്തെ തന്നെ തൗബ ചെയ്ത് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഖൽബ് കറുത്തു പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിൽ പാപം പൊറുക്കാനുള്ള പരിഹാര മാർഗങ്ങളെ തേടി അത് ഉറപ്പിച്ച് പാപം പൊറുപ്പിക്കാനുള്ള പണികൾ ചെയ്യണമെന്നത് കൃത്യമായി നമ്മെ നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. റമദാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്ത് നേടാനുള്ള 10ആണ്. എന്താണ് മഗ്ഫിറത്ത്? മഗ്ഫിറത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കൽ മാത്രമല്ല, അള്ളാഹു അവന്റെ ഇഷ്ടദാസന് കൊടുക്കുന്ന അള്ളാഹുവിന്റെ സ്നേഹവും വാത്സല്യവും തൃപ്തിയും എന്തോ അതിനെ ഒറ്റവാക്കിൽ പറയുന്ന പേരാണ് മഗ്ഫിറത്ത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പാപം പൊറുക്കൽ സംഭവിക്കുന്നു എന്നതാണ്. പാപം പൊറുക്കൽ സംഭവിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് ദുനിയവിയും ഉഖറവിയുമായ നേട്ടങ്ങൾ മഗ്ഫിറത്തിന്റെ കൂടെയുണ്ട്. ഒരു നാട്ടിൽ മഴ ലഭിക്കണമെങ്കിൽ ആ നാട്ടിൽ ഒരാൾക്ക് മഗ്ഫിറത്ത് കിട്ടിയാൽ ആ നാട്ടിൽ മൊത്തവും മഴ കിട്ടുമെന്നാണ്. ഒരു നാട്ടിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു മഗ്ഫിറത്തിന്റെ പദവി കൊടുത്താൽ ആ നാട്ടിൽ മുഴുവനും സാമ്പത്തിക വളർച്ച ഉണ്ടാകാം എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ 40 കൊല്ലത്തോളം സ്ത്രീകൾ ഗർഭിണിയാവാതെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം ഉണ്ടായിട്ട് അത് നീങ്ങാൻ വേണ്ടി അവരോട് മഗ്ഫിറത്തിന്റെ പദവി കരസ്ഥമാക്കാൻ നിങ്ങൾ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കൂ എന്ന ഉപദേശമായിരുന്നു സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയതെന്ന് ഖുർആൻ പറയുന്നു. മഗ്ഫിറത്തിന്റെ ഭാഗമായി ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നതാണ് പാപമോചനം. റമദാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ മഹാപദവിയെ കരസ്ഥമാക്കാനുള്ളതാണ്. അതൊരു മഹാഭാഗ്യമാണ്. മഗ്ഫിറത്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സ്വർഗം കിട്ടൂ. സ്വർഗം കിട്ടാനുള്ളതായ ഒരു യോഗ്യത, ഒരു ഡിഗ്രിയാണ് മഗ്ഫിറത്ത്, അല്ലാതെ പാപം പൊറുക്കൽ മാത്രമല്ല. നേരത്തെ പറഞ്ഞോടത്തേക്ക് തിരിച്ചു വരുന്നു. മനുഷ്യർ ചെയ്യുന്ന ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപങ്ങൾ അവന്റെ ഹൃദയത്തെ വൃത്തികേടാക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ചെയ്യുന്ന ഏതൊരു പാപവും അതിനെ ഇട്ടുവെക്കുന്ന ബോക്സിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് വ്യഭിചാരത്തിന്റെ പെട്ടി എന്നാണ്. നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മത്തെയും, അതിപ്പോ ഒരാൾക്ക് ഒരു പേന എഴുതാൻ കൊടുത്തതായിരിക്കാം,
അല്ലെങ്കിൽ ഒരാൾക്ക് വേറെ ഏതെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്തതായിരിക്കാം. ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ബോക്സ് എഴുതി വെച്ചിരിക്കുന്നത് സ്വതഖ എന്നാണ്. അതായത് ആധികാരികമായി കൃത്യമായ ബ്രാൻഡഡ് നന്മയായും ബ്രാൻഡഡ് തിന്മയായാണ് നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന വൃത്തികേടുകളെയും അള്ളാഹുവിങ്കൽ കൊണ്ടുപോകുന്നത്. സൽക്കർമ്മങ്ങളെ കൊണ്ടുപോകുന്ന ബോക്സിന് സദഖ എന്ന കാറ്റഗറിയിൽ ആ ഒരു ബ്രാൻഡിലാണ് ഏത് സൽക്കർമ്മത്തെയും അവിടെ എത്തിക്കാം. അതിൽ തന്നെ ശക്തമായ കൂലിയുള്ള വലിയ പ്രതിഫലമുള്ള സദഖ എന്ന ഗണത്തിൽ പെടുത്തിയാണ് സദഖയുടെ കൂലി എന്ന പരിഗണന. വലിയ കൂലിയ സദഖക്ക് കൊടുക്കാം. ആ പരിഗണനയിലാണ് നമ്മുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹുവിലേക്ക് കൊണ്ടുപോവുക. സദഖയുടെ കൂലി അങ്ങനെ ആ പരിഗണന കിട്ടാൻ സദഖയുടെ ബോക്സിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്നത് വ്യഭിചാരം എന്ന് പറയുന്ന ഒരു പെട്ടിയിലാക്കിയിട്ടാണ്. ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹീഹ് മുസ്ലിം, കുത്തിബ അല ബനി ആദമ നസീബുഹു മിനസ് സിന മുദ്രിക്കൻ ദാലിക ലാ മഹാല. ആദം സന്തതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കുറ്റം അള്ളാഹു ഏർപ്പെടുത്തിയാൽ, കുറ്റം ചാർത്തിയാൽ തീർച്ചയായും അത് വ്യഭിചാര തുല്യം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൽഐനാൻ കണ്ണുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, അതായത് സിനാഹുമ കണ്ണിന്റെ വ്യഭിചാരം, അന്നദറു നോട്ടമാണ്, കാതിൻ്റെത് കേൾവിയാണ്, നാവിൻ്റെത് പറച്ചിലാണ്, കയ്യിൻ്റെത് പിടുത്തമാണ്, കാലിൻ്റെത് നടുത്തമാണ്. എല്ലാത്തിനെയും ആ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിച്ചു എന്നാണ് രേഖപ്പെടുത്തുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിലാണ് നമ്മുടെ പാപങ്ങളെ അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നത്. വ്യഭിചാരത്തിന്റെ ബോക്സിലിട്ടിട്ട്, നന്മകളെ സദഖയുടെ ബോക്സിലിട്ട് ഈ രീതിയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നാം ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾക്ക് ഒരു പാപത്തിന്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു പാപം എന്ന പരിഗണന അള്ളാഹു നൽകും എന്ന ഒരു തോന്നൽ നമുക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നാം പറഞ്ഞതും ചെയ്തതുമായ ആ ചെറുത് എന്ന് നമുക്ക് തോന്നിയതിനെ വലിയ വ്യഭിചാരം എന്ന പരിഗണനയിൽ അവിടെ കാണിക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ പരിശുദ്ധമായ റമദാനിന്റെ 2-ാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10 ഈ വ്യഭിചാര തുല്യമായ തെറ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതിനെ ഒക്കെ പൊറുപ്പിച്ചു കളയാണ്, അതിനെല്ലാം മാച്ച് കളയുന്ന 10ആണ്. അതിനുവേണ്ടിയുള്ളൊരു ശ്രമത്തിന്റെ കാലയളവാണ്. അതോടുകൂടി കഴിഞ്ഞു എന്നല്ല. അതാണ് നമുക്ക് ഏറ്റവും മുഖ്യമായ കാര്യം. അതിനെ ഓർമ്മപ്പെടുത്താണ്. അള്ളാഹുവിന്റെ സ്നേഹം ബോധ്യപ്പെട്ട, റബ്ബിന്റെ കരുണ ബോധ്യപ്പെട്ട ആദ്യത്തെ 10 കഴിഞ്ഞ് 2-ാമത്തെ 10 പിന്നെ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന അവന്റെ മഗ്ഫിറത്തിന്റെ പദവി നേടാ. അള്ളാഹുവിന് ഇപ്പൊ വലിയ ഇഷ്ടം നമ്മോട്. നല്ല വാക്കിന് നമ്മളത് നേടിയെടുക്കാനുള്ള പരിപാടിയിലൊക്കെ. അപ്പൊ എന്താ, അള്ളാഹുവിന്റെ ഇഷ്ടം കളയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ, അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കാതെ, അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് അവനോട് എനിക്ക് നീ മഗ്ഫിറത്തിന്റെ പദവി താ അല്ലാ, അതിന് അറബിയിൽ പറയും അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതങ്ങനെ ചൊല്ലിയും പറഞ്ഞും അള്ളാഹുവിൽ നിന്നും അത് നേടിയെടുക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വിഷയത്തിൽ വളരെ കൂടുതൽ ചിന്തിച്ച് നടന്ന ആളാണ്. റമദാന് പുറമെയും മഗ്ഫിറത്തിന്റെ പദവി നേടാനുള്ളതായ അവസരങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ശ്രമിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നിരന്തരം നടത്തിയിരുന്നതാണ്. കേട്ടോളൂ, മഹാനായ സൂഫിയാക്കളിൽ പ്രമുഖൻ റഈസ് സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചിന്തകളെ പങ്കുവെക്കുന്ന ചില വരികളുണ്ട്. മഹാനവറുകൾ പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു കവിത, ദുനൂബി മിസ്ലു ഇഅദാദിർ റിമാലി ഫഖബലി തൗബതം യാദൽ ജലാലി വഉംരി നാഖിസുൻ ഫീ കുല്ലി യൗമി വദംബി സായിദുൻ കൈഫ ഇഹ്തിമാലി. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിന്റെ അബദ്ധങ്ങളെ ചിന്തിക്കാണ്. നമുക്കൊന്ന് ചിന്തിക്കാവുന്നതാണ് ഈ റമദാന്റെ 2-ാമത്തെ 10. പഠിച്ചോനെ, എന്റെ ആയ കാലത്തൊക്കെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തതാ, അത് ഇങ്ങനെയാണ് എന്നൊരു തോന്നല്, ഒരാലോചന, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, പഠിച്ചവനോടൊരു കുറ്റബോധം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ, ഇനി അത് ചെയ്യില്ല എന്നൊരു പ്രതിജ്ഞ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ എന്തൊരു ഇഷ്ടമെന്നറിയോ അള്ളാഹുവിന്, എന്തൊരു ഇഷ്ടമാണെന്നറിയോ തെറ്റ് ചെയ്യില്ല എന്നൊരു തീരുമാനത്തെ അള്ളാഹിന്റെ മുന്നിൽ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അള്ളാഹുവിന് എന്ത് ഇഷ്ടമാണെന്നറിയോ. അല്ലെങ്കിലും നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മൾ ചെയ്തു കൊടുത്ത ഒരു നല്ല കാര്യത്തെ ഓർത്ത് ഉദ്ധരിച്ച് ഇങ്ങോട്ട് പറഞ്ഞ് ആ വാചകങ്ങൾ നമ്മോട് ഉരവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു വാത്സല്യായിരിക്കും അവരോട്.
നിങ്ങൾ എനിക്കത് അന്ന് വാങ്ങിത്തന്നല്ലേ, അൽഹംദുലില്ലാ സന്തോഷമുണ്ട് കേട്ടോ, നല്ലതാണ് കേട്ടോ, അത് കാരണം ഇപ്പം നന്നായി, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അല്ലെങ്കിലോ നമ്മൾ ആർക്കെങ്കിലും എന്തൊരു സഹായം ചെയ്തു കൊടുത്താൽ ആ സഹായം സ്വീകരിച്ച ആള് അത് നമ്മോട് ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്കത് കേൾക്കാനൊരു സന്തോഷം, അത് ഓർക്കുന്നുണ്ടല്ലോ അവൻ. അള്ളാഹു നമുക്ക് എത്ര നിഅമത്താ ചെയ്തത്, അത് അവനോട് എടുത്തു പറഞ്ഞ് അവനോട് നമ്മൾ എന്നിട്ടും എതിര് കാണിച്ചല്ലോ എന്നൊരു കുറ്റബോധം പ്രകടിപ്പിക്കുമ്പോൾ അവൻ എന്തൊരു സ്നേഹമായിരിക്കും നമ്മളോട് എന്നറിയാം. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു പറയാണ്, ذنوبي مثل أعداد الرمال فهب لي توبة يا ذا الجلال. ഈ ഭൂമിയിലെ മണൽത്തരികളെക്കാളും എണ്ണത്തിൽ കൂടുതലാ ഈ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. അദ്ദേഹം പാപം ചെയ്യാത്ത മനുഷ്യനായിരിക്കാം, സുഫിയാണ്, മഹാനാണ്. എന്നാലും അള്ളാഹുവോട് പറയുമ്പോൾ പറയുന്നത് ഈ ഭൂമിയിലെ മൺതരികളെക്കാളും എണ്ണത്തിൽ കൂടുതലാ റബ്ബേ ഞാൻ ചെയ്ത പാപങ്ങൾ, ഫഹബിലി തൗബാ, അതുകൊണ്ട് നിന്റെ തൗബ നീ എനിക്ക് ഓച്ചാരമായി തരണേ അല്ലാ. വഉമുരീനാ ഖിസു ഫീ കുല്ലി യൗമി വദംബി സായിദുൻ കൈഫ ഹത്തിമാനി. അല്ലാഹുവേ, ഓരോ ദിവസവും എന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കല്ലേ. വദംബി സായിദുൻ, ഓരോ ദിവസം ചൊല്ലുന്തോറും എന്റെ പാപവും കൂടിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ എങ്ങനെയാ എന്റെ വിജയ സാധ്യത? നമ്മളും ചിന്തിക്കണം അത്. ഓരോ ദിവസവും ചൊല്ലുന്തോറും നമ്മുടെ ആയുസ് കുറയുന്നു, അതോടൊപ്പം ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം. മഗ്ഫിറത്തിന്റെ 10 ചിന്ത അതാവണം. അള്ളാഹു നമ്മെ നന്നാക്കി തരട്ടെ. എപ്പോഴും പാടാറുള്ള 2 വരികളായി ഇനി പാടുന്നത്, ഇലാഹി അബ്ദുകൽ ആസിയതക മുഖറം ബിദ്ദുനൂബി വഖദ്ദഅക. നിന്റെ അടിമ പാപിയാ അല്ലാ, ആ പാപിയായ അടിമ ഞാനാണ് അല്ലാ. ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ ചെയ്ത സർവ്വ തെറ്റുകളുടെയും എല്ലാ തെളിവുകളും നിന്റെ മുന്നിലുണ്ടെന്ന ബോധ്യത്തോടെ ഉറപ്പോടുകൂടെയാ ഞാൻ വന്നത്. എനിക്ക് നുണ പറയാൻ കഴിയില്ല. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വകി വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കൈ വർത്താനം പറയുന്ന ദിവസം എന്റെ കൈ എന്താ ചെയ്തതെന്ന് കൈ പറയും, കണ്ണ് പറയും. കയ്യും കണ്ണും കാതും ഒക്കെ പറയുന്നത് കാല് സാക്ഷിയാകും. അങ്ങനെ നിന്റെ അടുക്കൽ തെളിവുകൾ ഉള്ളപ്പോൾ ഞാനത് നിഷേധിക്കാൻ കഴിവുള്ളവനല്ല. ഞാൻ ചെയ്ത തെറ്റുകളെ മുഴുവനും ഞാൻ സമ്മതിച്ചിട്ടാ വരുന്നത്. ഫൈൻ തഗ്ഫിർ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തന്നാൽ ഫാൻതലിദാകൽ, നീ മാത്രമാണ് അതിന് യോഗ്യനായിട്ടുള്ള തമ്പുരാൻ. നീ എനിക്ക് പൊറുത്താലാ ഞാൻ രക്ഷപ്പെടൂ. വൈൻ തറുദു, നീ എന്നെ ആട്ടി, വൈൻ തത്റുദ്, നീ എന്നെ ആട്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഫമൻ റുജു സിവാക, നീ അല്ലാത്ത പിന്നെ ആരെയാ ഞങ്ങൾ പ്രതീക്ഷിക്കാ? കരഞ്ഞിട്ടല്ലാതെ ഇത് പാടാൻ കഴിയില്ലല്ലോ. മഗ്ഫിറത്തിന്റെ 10 ഹൃദയത്തിൽ തട്ടുന്ന ചിന്ത മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ്. تجاوز عن ضعيف قد جفاك فعبدك مهيا مهيمن قد رجاك. അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുമല്ലോ തമ്പുരാനെ. അല്ലാഹുവേ ഉണങ്ങി വരണ്ട, ഞാൻ വരുന്നത്. നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. ഞാൻ വരുന്നത് നിന്റെ മുന്നിൽ പ്രതീക്ഷയോട് കൂടെയാണല്ലാ. وجاءك تائبا يرجو رضاك ولم يسجد لمعبود سواك. അല്ലാഹുവേ, എന്റെ ഒരു ക്വാളിറ്റി പറയാം. നീ എന്നോട് അലിവ് കാണിക്കണേ, ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. റബ്ബേ, നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ഞാൻ ഹൃദയം പശ്ചാത്താപബോധത്തോടു കൂടെ വരുമ്പോൾ നിന്റെ മുന്നിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, നീയല്ലാത്ത മറ്റൊരാളുടെ മുന്നിലും ഇന്നവരെ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല എന്നത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി. ആ ഒരൊറ്റ ക്വാളിറ്റി എനിക്കുള്ളൂ. എനിക്ക് പുറത്തുകൂടെയല്ല. നമുക്കും അതുള്ളൂ. അല്ലാത്ത ആരുടെ മുന്നിൽ നമ്മൾ സുജൂദ് ചെയ്തിട്ടില്ല.
അങ്ങനത്തെ ഒരു ക്വാളിറ്റി എനിക്കുണ്ട്, അതെങ്കിലും നിനക്ക് പരിഗണിച്ചുകൂടെ എന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരെ പാടാണ്. ഓർത്താൽ പാടിപ്പോകും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബികളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. എന്നാൽ സ്വഹാബത്തിന്റെ ഇടയിൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ആളാണ് മഹാനായ വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. ആരാ വഹ്ശി? വഹ്ശി ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിൽ കൊന്നയാളാണ് വഹ്ശി. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെ എന്ന് വെച്ചാൽ മോശക്കാരനാണെന്നല്ല, 250 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും അയാൾ MLA തന്നെയാണ്. ഇനി 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും ആളാര് തന്നെയാണ്? MLA ആണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ അങ്ങനെ ചില പദവികളുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞല്ലോ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇമാം നസായി, ഇബ്നു മാജ, അഹ്മദ് ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. യൽഹഖുല്ലാഹു ഇലാ റജുലൈൻ യഖ്തുലു അഹദുഹുമാ അൽ ആഖറ കിലാഹുമാ യദ്ഖുലുൽ ജന്ന. രണ്ടാളുകളെ കാണുമ്പോൾ അല്ലാഹുവിന് ചിരിയാണ്. 2 പേരെ കാണുമ്പോൾ അല്ലാഹു ചിരിക്കും. അതിലൊരാൾ മറ്റേയാളെ കൊന്ന ആളാണ്. 2 പേരെ കണ്ടാൽ അല്ലാഹുവിന് ചിരിയാണത്രേ. അതിലൊരാൾ മറ്റേയാളെ കൊന്നാണ്. കിലാഹുമാ യദ്ഖുലുൽ ജന്ന. കൊന്നാളും ആ കൊലപാതകത്തിൽ മരണപ്പെട്ട ആളും രണ്ടാളും സ്വർഗത്തിൽ കടക്കുന്നവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ 2 പേരെ കാണുമ്പോ അല്ലാഹുവിന് ചിരിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹാബികൾ ചോദിച്ചു, നബിയെ കൈഫ യാ റസൂലല്ലാഹ്, മരിച്ചാള് സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റും. ഒരു കൊലപ്പുള്ളിയും സ്വർഗത്തിൽ, ആ മരിച്ചാളെ കൊന്ന ആളും സ്വർഗത്തിൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യുഖാതിലു ഹാദാ ഫീ സബീലില്ലാഹ് ഫയസ്തശ്ഹിദൂ. അതിൽ മരിച്ച ആള് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഷഹീദായി പോയതാ, യുദ്ധത്തിൽ കൊന്നയാളാണ് മറ്റേയാള്. ആ യുദ്ധം കഴിഞ്ഞ ശേഷം ആ യുദ്ധത്തിൽ കൊല ചെയ്തവൻ അല്ലാഹുവിന്റെ മുന്നിൽ പിന്നീട് തൗബ ചെയ്ത് മുസ്ലിമായി വന്നു. ആ സമയത്ത് മറ്റൊരു യുദ്ധത്തിൽ ഫയുഖാതിലു ഫീ സബീലില്ലാഹി ഫയസ്തശ്ഹിദൂ. മുമ്പ് യുദ്ധത്തിൽ കൊല ചെയ്തവൻ പിന്നീട് മുസ്ലിമായി തൗബ ചെയ്ത് മറ്റൊരു യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ അയാളെ മറ്റൊരാള് കൊന്നുകളഞ്ഞു. 2 ആളും ഇപ്പോ ഷഹീദാണ്. ആ 2 പേരെ കണ്ട അല്ലാഹുവിന് ചിരിയാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആദ്യത്തെ ആള്? ഹംസ. രണ്ടാമത്തെ ആള് വഹ്ശി റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൊന്നും പോയി നിന്ന് വഹ്ശി പോരാടൂല. ഹംസയുടെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരപ്രകൃതം കണ്ണ് ജന്മനാൽ ചുവന്നിരിക്കുന്ന കണ്ണാണ്. നല്ല വെളുത്ത നിറ, നല്ല ഉയരം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം അങ്ങനെ എപ്പോഴും ഒരു കോപിച്ചിരിക്കുന്നവനെ പോലെ തോന്നും, പേടിയാവും നോക്കിയാ. പിന്നെ ഉമറും കൂടിയാണ് പേടിയാകുന്ന പ്രകൃതവും. പിന്നെ ആളാരാണ്? ആള് ഉമറും കൂടിയാണ് റളിയല്ലാഹു. ആ ഉമറിനെ പേടിയായിരുന്നു ഈ ഹംസയെ റളിയല്ലാഹു അൻഹു. ദാറുൽ അർഖമിന്റെ മുന്നിൽ വെച്ച ഉമർ ഇബ്നുൽ ഖത്താബ് വിയർക്കുന്ന ഒരു ഘട്ടമുണ്ട്. ബദരീങ്ങളിൽ പ്രമുഖനായ ഹംസത്തുൽ ഖറാർ അന്ന് ഉഹദിൽ വഫാത്തായില്ലെങ്കിൽ ഒരു ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, സ്വഹാബികളിൽ പലരുടെയും ധീരത ചരിത്രത്തിൽ ചർച്ചയാവില്ല ഹംസ ജീവിച്ചിരുന്നെങ്കിൽ. കാരണം ഹംസയുടെ ചരിത്രം റളിയല്ലാഹു അൻഹു അത്രയും പറയാനുണ്ടാകും, അത്രയും വലിയ ചരിത്രം സൃഷ്ടിക്കുമായിരുന്നു. നേരത്തെ പോയതുകൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന്റെ വെറും 3 ദിവസം മുമ്പേ ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടു. പക്ഷെ റസൂലുള്ളാഹിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു മുസ്ലിം ആകുന്നതിന് മുമ്പ്. എന്തെങ്കിലുമൊക്കെ വേട്ടക്ക് പോകും, ഭയങ്കര വേട്ടക്കാരനാ. ചെറിയ ഐറ്റമൊന്നല്ല മൂപ്പര് പിടിക്കും. വേട്ടക്ക് പോയി ഏറ്റവും മുന്തിയ ഐറ്റ വേട്ടയാടി കൊണ്ടുവരും.
അത് കൊണ്ടുവന്ന കറിപാചകം ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിന്നാൻ കൊടുക്കും. അതാണ് മൂപ്പരുടെ പരിപാടി. മുസ്ലിം അല്ല എന്ന്. ഒരു നബി സ്നേഹത്തിൽ വന്നുകൂടിയ ആളാണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു. ദാറുൽ അർഖമിന്റെ മുമ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ് വരുന്നത് അറിഞ്ഞു. ഒരു വലിയ പ്രഖ്യാപന ഉമർ പുറപ്പെട്ടിട്ടുണ്ടേ. പ്രതീക്ഷിച്ച് ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി ദാറുൽ അർഖമിന്റെ മുന്നിൽ നിൽക്കുന്ന ഹംസത്തുൽ ഖറാറിന്റെ കയ്യിൽ ഉമർ ഇബ്നുൽ ഖത്താബിനെ പ്രതിരോധിക്കാൻ ഒരു നഖം വെട്ടി പോലുമില്ല എന്നുള്ളതാണ്. ഉമറിനോട് പറഞ്ഞു, സതുദ്ദേശമാണെങ്കിൽ നിന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് ഞാൻ പറയുന്നു, നിന്റെ കൂടെ ഞാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് തനിച്ചിരിക്കുന്ന ദാറുൽ അർഖമിന്റെ അകത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 1-2 ആളുകൾ മാത്രം കൂടെയുള്ള ആ സന്ദർഭത്തിൽ ചെന്ന് നബിയെ പെരുമാറാനാണ് നീ പോകുന്നതെങ്കിൽ ഹംസയുടെ കയ്യിൽ ആയുധമില്ലാത്തത് നീ ചിന്തിക്കല്ലേ. നിന്റെ കയ്യിലുള്ള വാളിന്റെ വാഴ്ത്തലയിൽ നിന്റെ രക്തം പുരളാൻ ഹംസക്ക് അത് തന്നെ അധികം എന്ന് പ്രഖ്യാപിച്ചു. അസദുല്ലാഹി വറസൂലിഹി വൽറഗാമുഹു സയ്യിദുശ് ശുഹദാ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. വഹ്ശി പിന്നീട് ആ ചാട്ടുളി എറിഞ്ഞത് ചാട്ടുളി പിന്നീട് ഉപയോഗിച്ചത് ചരിത്രത്തിൽ കാണുന്നത് തിമിംഗലത്തിനെ പിടിക്കാനാണ്. ചാട്ടുളി ഉപയോഗിച്ചത് പിന്നീട് തിമിംഗലത്തെ പിടിക്കാൻ മനുഷ്യർ ഉപയോഗിച്ച ചരിത്രങ്ങൾ കാണാനുണ്ട്. കടൽ വേട്ടക്കാര് ചാട്ടുളി ഉപയോഗിച്ച് തിമിംഗലത്തെ പിടിക്കാറുണ്ട്, വലിയ മത്സ്യങ്ങളെ പിടിക്കാറുണ്ട്. അല്ലെങ്കിലോ വലിയ ഇടച്ചിലുള്ള വന്യജീവികളെ പിടിക്കാൻ ചാട്ടുളി ഉപയോഗിച്ചിട്ടുണ്ട്. ഹംസയെ കൊല്ലാൻ റളിയല്ലാഹു അൻഹു മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു വന്നത് നേരെയല്ല, പിന്നിലൂടെ, പാറയുടെ പിന്നിൽ ഒളിച്ചിരുന്നു. ആദ്യത്തെ ചാട്ടുളി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ വന്ന് തറച്ചപ്പോ ഹംസ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി. ആ വേച്ച് പോകുന്ന മർമ്മം നോക്കി എറിഞ്ഞതാണ് വഹ്ശി റളിയല്ലാഹു അൻഹു. അത് പിന്നിലെ മർമ്മം. ഒരൊറ്റ മർമ്മത്തിൽ എറിയാനാ കഴിഞ്ഞുള്ളൂ. രണ്ടാമത്തെ ഒന്നും ഉന്നം പിടിക്കാൻ കഴിഞ്ഞില്ല. പാറയുടെ പിന്നിലാ വഹ്ശി ഇരുന്നത്. ചരിത്രം പറയുന്നുണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തിരിയിലോടുകൂടെ വഹ്ശി കാല് തെന്നി, കാല് വഴുതി അവിടെ കമിഴ്ന്ന് വീണുപോയി. ഹംസ റളിയല്ലാഹു അൻഹു വഹ്ശിയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങില്ലെന്ന് ഉറപ്പാ. എന്നാലും വഹ്ശി പേടിച്ചരണ്ടു പോയി. വഹ്ശിയുടെ ജീവിതത്തിൽ അതുപോലെ പേടിച്ചൊരു സന്ദർഭം വേറെയില്ല. വഹ്ശി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നില് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നതിന് പശ്ചാത്താപം അറിയിക്കുന്നുണ്ട്. എന്തൊരു വലിയ തെറ്റാ ചെയ്തത്. ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയെ കൊന്ന ഈ തെറ്റ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വഹ്ശി പലതും പറഞ്ഞ് പരിഹാരങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മഹാനായ വഹ്ശി പിന്നീട് പറയുമായിരുന്നു. മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു താരിഖ് ദിമഷ്ക്, മഹാനായ മുഹമ്മദ് ബിൻ മുക്രം ബിൻ അലി ബിൻ ഇഫ്രീഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഖ്തസർ താരിഖ് ദിമഷ്ക് എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് യമാമ യുദ്ധത്തിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ. മഹാനായ വഹ്ശി ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെ കൊന്നു. കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നിട്ട് മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബിന്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചു എന്ന്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ കൊന്നു. ഹത്താ ഗുരിയ ഖായിമുഹു ഫീ കഫീ മിൻ ദിമാഇഹിം വകതബു ബിഫതഹില്ലാഹി വനസ്രിഹി ഇലാ അബീ ബക്കർ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ വകവരുത്തി ആ വിവരം മഹാനായ മുസൈലിമത്തുൽ കദ്ദാബ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് സ്വഹാബികൾ വിവരം അറിയിച്ചു. വസ്വറഖ യൗമൈദിൻ സാറഖ ബിഖത്ലി മുസൈലിമ യഖൂൽ ഖതലഹുൽ അബ്ദുൽ അസ്വദ് ഫഖുൽനാ ഖതലഹുല്ലാഹ്. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ കൊന്നതാരാണെന്ന് ആരൊക്കെയോട് ചർച്ച ചെയ്ത് ആരൊക്കെ വിളിച്ചു പറഞ്ഞു മുസൈലിമ നിലംപതിച്ചിട്ടുണ്ട്. ആരാ മുസൈലിമയെ കൊന്നത്? ഒരു കറുത്ത മനുഷ്യനാകുന്നത്, ഒരു അടിമയാക്കുന്നത്, ഒരു നീഗ്രോയാക്കുന്നത്. മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്ന ആളിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇന്നക്കും യാ മഅ്ശറൽ മുസ്ലിമീന തഖൂലൂൻ ഇന്നി ഖതൽതു ഹംസാ. ആ കൊന്ന ആൾ ആരാണെന്ന് അവിടെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. കൊന്നത് മറ്റാരുമല്ല, വഹ്ശിയാ കൊന്നത്. ശത്രു സംഘത്തിന്റെ നേതാവിനെ കൊന്നാൽ യുദ്ധം അവിടെ പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞു. ആരാണ് കൊന്നതെന്ന ചോദ്യമായി അവിടെ ആര് കൊന്നു? മരിച്ചു വീണ വഹ്ശിയുടെ കഥ പറയാൻ തുടങ്ങി ചിലര്. വഹ്ശിയുടെ രക്തം പുരണ്ടത് ഈ കയ്യിലാണെന്ന് പറഞ്ഞ് കൈ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു. മഹാനായ വഹ്ശി
മുസൈലിമത്തുൽ കദ്ദാബിന്റെ രക്തം പുരണ്ടത് ഈ കയ്യിലാണെന്ന് പ്രഖ്യാപിച്ചു മഹാനായ വഹ്ശി. എന്നിട്ടോ വഹ്ശി വരുന്നുണ്ട്, ആടി ഉലഞ്ഞാ വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ മഹ്ശറൽ മുസ്ലിമീന തഖൂലൂൻ, ഓ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഖതൽതു ഹംസ, വഹ്ശി എന്ന് പറഞ്ഞ ആരോടെങ്കിലും എന്നെ പരിചയപ്പെടുത്തുമ്പോൾ അയാൾ വഹ്ശിയെ മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഉഹദിൽ അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഹംസയെ കൊന്ന വഹ്ശി എന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ഒരു അഡ്രസ് എന്നെ കുറിച്ച് നിങ്ങൾ പറയാറില്ല സ്വഹാബ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെ പറയാറില്ല. ഇനി അങ്ങനെ പറയല്ലേ, ഇനി അങ്ങനെ പറയല്ലേ. فإن أتاك قد قتلت خير الناس فقد قتلت شر الناس بها فهذا بهذه. എന്റെ വലത്തെ കൈ കൊണ്ടാണ് ഞാൻ ഹംസയെ കൊന്ന്, എന്നെ ചരിത്രത്തിൽ ഹംസയെ കൊന്നവൻ എന്ന് പറഞ്ഞ് എല്ലാവരും മുദ്ര കുത്തിയപ്പോൾ എന്റെ വലത്തെ കൈ കൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഒരു മഹാനായ മനുഷ്യനെ കൊന്നു എന്ന് പറഞ്ഞുവെങ്കിൽ ഇന്നു മുതൽ ഇനി നിങ്ങൾ അങ്ങനെ പറയല്ലേ, എന്റെ ഇടത്തെ കൈ കൊണ്ട് റബ്ബിന്റെ സൃഷ്ടികളിലെ ഒരു വൃത്തികെട്ടവനെ കൊന്നവനാണ് വഹ്ശി എന്ന് നിങ്ങൾ ഇനി പറയാവൂ. വഹാദാ ബിഹാദിഹി, വലത്തെ കൈ കൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനെ ഇടത്തെ കൈ കൊണ്ട് തിരുത്തി എന്ന് പറഞ്ഞു മഹാനായ വഹ്ശി. ഹംസയെ കൊന്ന വഹ്ശി തൗബ തേടിയത് രസകര. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 കൊല്ലം മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാം. അള്ളാഹുവിന്റെ ഹബീബിനും മറക്കാവതല്ല വഹ്ശിയുടെ വരവ്. മുസ്ലിമായി വന്ന് തൗബ ചെയ്ത വന്ന വഹ്ശിയുണ്ടല്ലോ, ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയും, ഒന്ന് മാറി നിൽക്കുമോ വഹ്ശി, ഒന്ന് മാറി നിൽക്കുമോ വഹ്ശി, ഒന്ന് മാറി നിൽക്കുമോ വഹ്ശി. എന്താണ് കാരണം എന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, അമറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗീബ അൻഹു അയ്യുഗീബ അൻഹു വജ്ഹഹു ലിമാ കാന മിൻഹു ഫീ ഹംസത മാ കാന സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്, വഹ്ശി ഒന്ന് മാറണേ. അങ്ങ് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തൗബ അല്ലാഹ് സ്വീകരിച്ചതാടേലും എന്റെ ഹംസയെ എനിക്ക് ഓർമ്മ വരുന്നത് കൊണ്ട് വഹ്ശി നീ എന്റെ മുന്നിൽ വരല്ലേ. ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാഹിക്ക് വിഷമം വരും വഹ്ശിയെ കാണുമ്പോൾ ഹംസയെ ഓർമ്മ വരുന്നത് കണ്ട് മാറാൻ പറയുമായിരുന്നു, മാറി നിൽക്കാൻ പറയുമായിരുന്നു. അങ്ങനെയാ. അപ്പൊ ഈ മനുഷ്യൻ തൗബ ചെയ്യണ്ടേ, ഈ മനുഷ്യൻ തൗബ ചെയ്യണ്ടേ, ഈ മനുഷ്യൻ തൗബ ചെയ്യണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുസ്ലിമാവാൻ വരാൻ വഹ്ശിക്കൊരു മടിയുണ്ടായിരുന്നു. 6 വട്ടം പരസ്പരം കത്തെഴുതി ഇരുവരും. ഹബീബായ നബി തങ്ങൾക്ക് അങ്ങോട്ടും വഹ്ശി കത്തെഴുതി, നബി തങ്ങൾ ഇങ്ങോട്ടും കത്തെഴുതി. 6 കത്തിടപാടുകൾ നടന്നിട്ടാണ് വഹ്ശി മുസ്ലിമായത്. വഹ്ശി ഇപ്പോൾ ഇസ്ലാം പഠിച്ചുകൊണ്ടിരിക്കാം. ഓരോ പ്രാവശ്യവും ഓരോ സന്ദർഭത്തിൽ അവതരിക്കുന്ന ഖുർആന്റെ അനർഘവചനങ്ങളെ വഹ്ശി പഠിക്കാണിപ്പോ. ഇപ്പൊ നല്ല വിവരമുള്ള ഒരു മുസ്ലിമാവാൻ പാകപ്പെട്ട് നിൽക്കുന്നു വഹ്ശി. ഓരോന്ന് പഠിക്കാം. പക്ഷെ മുസ്ലിമായി കലിമ ചൊല്ലി റസൂലുള്ളാഹിയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പേടിയാ. റസൂലുള്ളാഹി കലിമ ചൊല്ലി തരുന്നത് ഒന്ന് ഏറ്റു ചൊല്ലാൻ കൊതിയുണ്ട്. പക്ഷെ കലിമ ചൊല്ലല് പിന്നെ ആവട്ടെ. നബിയുടെ മുന്നില് എന്നെ എനിക്ക് അവതരിപ്പിക്കാൻ ആ പഴയ ഹംസയെ കൊന്ന കറയൊക്കെ ഒന്ന് കളയണം. നബിയുടെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കാം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊഴിച്ച് ഇസ്ലാമിക പഠനങ്ങളും അധ്യാപനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. വഹ്ശിക്ക് നല്ല വിവരമായി. ഓരോ ആയത്തിറങ്ങുമ്പോൾ അതിന്റെ പശ്ചാത്തലവും അതിന്റെ ആഴങ്ങളും ചിന്തിച്ച് വഹ്ശി കരയാ രാത്രികൾ മുഴുവൻ. മുസ്ലിം ആയിട്ടില്ല കേട്ടോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, അന്ന വഹ്ശിയൻ ഖാതല ഹംസ അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ മക്കത ഇലാ മിൻ മക്ക ഇന്നി ഉരീദു അൻ ഉസ്ലിമ വലാകിൻ യംനഉനി അനിൽ ഇസ്ലാം ആയത്തും മിനൽ ഖുർആനി നസലത് അലൈക്. മക്കയിൽ നിന്നും മദീനയിലേക്ക് വഹ്ശിയുടെ ആദ്യത്തെ കത്ത് മുത്തുനബിക്ക് കൊടുക്കാണ്. കത്തിൽ ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്, എനിക്ക് മുസ്ലിമായി വരണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ
ഖുർആനിൽ ഒരു ആയത്ത് ഞാൻ പഠിച്ചപ്പോൾ ആ ആയത്ത് എനിക്ക് മുസ്ലിമാവാൻ തടസ്സമാണ് നബിയെ, പരിഹാരം പറയുമോ? ഏതാണ് ആയത്തെന്നറിയുമോ? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. സൂറത്തുൽ ഫുർഖാനിന്റെ 68-ാമത്തെ ആയത്താണ്. കത്തിൽ തങ്ങ് എഴുതി. എന്താ ആയത്തിൽ പറഞ്ഞത്? അല്ലാഹുവോട് ആരാധനയിൽ പങ്കുകാരെ ചേർത്തു, കൊലപാതകങ്ങൾ ചെയ്തു, അല്ലാഹു ഹറാമാക്കിയത് ഭക്ഷിച്ചു, വ്യഭിചാരങ്ങൾ യഥേഷ്ടം നടത്തി, അങ്ങനെ ചെയ്തവർ അസാം എന്ന് പറയുന്ന നരകത്തിലേക്കുള്ള ഉരുപ്പടികളാണെന്നാ ഖുർആൻ പറഞ്ഞത്. നബിയേ വഇന്നീ ഖദ് ഫഅൽതു ഹാദിഹിൽ അശ്യാഅ സലാസ, ആയത്തിൽ പറഞ്ഞ ഈ ഗൗരവകരമായ പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കത്തിൽ എഴുതുന്ന കാര്യങ്ങളാണിത്. ഫഹല്ലീ മിൻ തൗബ, എനിക്ക് അല്ലാഹു തൗബ തരുമോ നബിയേ? ഈ കത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നും മറുപടി പറയണമല്ലോ. മറുപടി കത്ത് മദീനയിൽ നിന്നും മക്കയിലേക്ക് പോകണം. രണ്ടാമത്തെ കത്ത്, ആദ്യത്തെ കത്ത് വഷൽ ഇങ്ങോട്ട്, രണ്ടാമത്തെ കത്ത് റസൂലുള്ളാഹിയുടെ കത്ത് അങ്ങോട്ട്. മറുപടി പറയാൻ ഖുർആന്റെ ആയത്ത് എടുത്തു വെച്ചുകൊണ്ടാ വഷി ചോദിച്ചത്. ഇതിന് മറുപടി പറയാൻ അള്ളാന്റെ ഹബീബിന്റെ കയ്യിൽ വാക്കുകളില്ലാത്തപ്പോഴാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാന്റെ 70-ാമത്തെ ആയത്തുമായി വരുന്നത്. ഫനസലത് ഹാദിഹിൽ ആയ. മറുപടി പറഞ്ഞു നബിയേ, ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹൻ വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. ഈ ആയത്ത് എഴുതിക്കൊണ്ട റസൂലുള്ളാഹിയുടെ മറുപടി കത്ത് സൂറത്തുൽ ഫുർഖാന്റെ 70-ാമത്തെ ആയത്ത്. വഹ്ശി നീ പറഞ്ഞത് ശരിയാ. അങ്ങനത്തെ തെറ്റ് ചെയ്തവർ, ശിർക്ക് ചെയ്തവർ, കൊലപാതകം ചെയ്തവർ, വ്യഭിചരിച്ചവർ, ഹക്കില്ലാത്ത മുതൽ തട്ടിയെടുത്തവർ, അങ്ങനെയുള്ള ആൾ അസാം എന്ന് പറയുന്ന നരകത്തിന്റെ താഴ്വാരത്തിലേക്കുള്ള ഉരുപ്പിടിയാണെന്ന് ഖുർആൻ പറഞ്ഞത് ശരിയാണ്. വശീലാമൻ തബ, തൗബ ചെയ്ത് പശ്ചാത്തപിച്ചാൽ അല്ലാഹു പൊറുക്കും. വശീമാമന വഅമില സാലിഹാ അമില അമലൻ സാലിഹാ. തൗബ ചെയ്ത എന്നിട്ട് മൂമിനായിക്കോ, അതിനുശേഷം അമലു സാലിഹാത്ത് ചെയ്തോ. ഒന്നാമത് പറഞ്ഞു തൗബ ചെയ്തോ, പിന്നെ പറഞ്ഞു മൂമിനായിക്കോ, മുസ്ലിമായിക്കോ, അതിനുശേഷം പറഞ്ഞു നീ അമലു സാലിഹാത്തുമായി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചോ. അങ്ങനെ ചെയ്തു വന്നാൽ നീ ചെയ്തു കൂട്ടിയ എണ്ണമറ്റ പാപങ്ങളുടെ എണ്ണങ്ങളെ നിന്റെ നന്മയായി അല്ലാഹു മാറ്റുമെന്ന് ഖുർആൻ. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു നിനക്ക് പൊറുക്കും. നീ ചെയ്ത പാപങ്ങളുടെ എണ്ണം നിന്റെ നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തും. പാപങ്ങളെയൊക്കെ ഇപ്പുറത്തേക്ക് മറിച്ചിട്ടത് നന്മയാക്കും അല്ലാഹു. അങ്ങനെ ഒരു കരുണ ചെയ്യും എന്ന് മഹാനായ ഹബീബായ നബി തങ്ങൾ ഈ ആയത്ത് എഴുതി വെച്ചിട്ട് രണ്ടാമത്തെ കത്ത് വഷിയിലേക്ക് പാസ് ചെയ്തു. അവിടെ ചെന്നു. വഷി ഈ കത്ത് വായിച്ചു. അതിലാ അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്ത് തന്നെയാണ് മറുപടി. വഷിക്ക് ഈ ആയത്ത് അവിടെ കിട്ടാൻ ഇപ്പൊ ഇറങ്ങിയ ആയത്താണ്. വഷിയുടെ കത്തിന് മറുപടി ആയിട്ടിറങ്ങിയ ഒരു മുസ്ലിം അല്ലാത്ത ആളുടെ പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അയാളുടെ പഠനത്തിന് ഉത്തരമായി ഖുർആനിൽ ആയത്ത് പോലും ഇറങ്ങാണ്. ആയത്താണ് വഷിയുടെ മറുപടിയായി വന്ന ആയത്ത്. ഈ ആയത്ത് കിട്ടിയപ്പോൾ വഷിക്ക് സന്തോഷമായി. വഷി ആയത്ത് പഠിച്ചു. എന്നിട്ട് ഹബീബായ നബി തങ്ങളിലേക്ക് വഷി അങ്ങോട്ട് കത്തെഴുതാൻ തീരുമാനിച്ചു. ഇപ്പോഴും തടസ്സമുണ്ട് ഞാൻ മുസ്ലിം ആവാൻ. എന്താണ് നബിയേ? ഈ ആയത്തിൽ അല്ലാഹു നിബന്ധന പറഞ്ഞു. തൗബ ചെയ്ത് മുസ്ലിമായ ശേഷം അമലു സാലിഹാത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാലാണ് അല്ലാഹു പൊറുക്ക എന്ന് പറഞ്ഞു. ഞാൻ തൗബ ചെയ്തു, മുസ്ലിമായി, അപ്പൊ തന്നെ ഞാൻ മരിച്ചു പോയാൽ അല്ല പറഞ്ഞ അമലു സാലിഹാത്ത് ചെയ്യാൻ ഞാനില്ലല്ലോ. എന്റെ തൗബ ശാശ്വതമാകുമോ നബിയെ? എന്റെ കലിമ സ്വീകരിക്കുമോ? അതുകൊണ്ട് എനിക്ക് അമലു സാലിഹാത്ത് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്നത് ഉറപ്പില്ല. അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് മറുപടി പറയണേ.
വഹ്ഷിയുടെ കത്തങ്ങോട്ട് മൂന്നാമത്തെ കത്ത് മദീനയിലേക്ക് ചെന്നു. അപ്പോഴുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് മറുപടിയായി എഴുതാൻ സൂറത്തുൻ നിസാഇന്റെ 48-ാമത്തെ ആയത്ത് അവതരിച്ച് നബിയെ കത്തിൽ എഴുതിക്കോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ കബീറാ ഇസ്മൻ അളീമാ. നബിയെ ശിർക്കൊഴിച്ചുള്ളതൊക്കെ അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് പൊറുക്കും എന്ന ആയത്തിന്റെ ഈ അർത്ഥമുള്ള വരികളങ്ങ് റസൂലുള്ള കത്തിന് മറുപടിയായി എഴുതി. അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് ശിർക്കൊഴിച്ചതൊക്കെ പൊറുക്കും എന്ന്. അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് പൊറുക്കും, മറന്നു പോരുത് കേട്ടോ. അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് പൊറുക്കും. ഇത് വഹ്ഷിക്ക് റസൂലുള്ള അങ്ങോട്ട് കത്തെഴുതി. ഇപ്പൊ കത്തെത്രേ? 4-ാമത്തെ കത്തങ്ങോട്ട് പാസ്സായി. അവിടെ ചെന്നപ്പോൾ വഹ്ഷിയത വായിച്ചപ്പോ അതിലുണ്ട് അല്ലാഹ് ഉദ്ദേശിച്ചവർക്കെന്നൊരു ഷർത്തുണ്ട്. അല്ലാഹ് എന്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ അപ്പോഴും തടസ്സല്ലേ? നബിയേ, അല്ലാഹു ഉദ്ദേശിച്ചു എന്നത് ഫലാ അദ്രി അയസാഉ യഗ്ഫിറ ലി അംലാ, അല്ലാഹ് എന്റെ കാര്യം ഉദ്ദേശിക്കോ ഇല്ലയോ എനിക്കറിയൂല നബിയേ. അപ്പോഴും അവിടെ തടസ്സ. ഞാൻ എങ്ങനെ മുസ്ലിമാവും, എനിക്ക് സമാധാനം വേണം നബിയേ. ഫനസല, അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിലേക്ക് 5-ാമത്തെ കത്ത് വഹ്ഷി എഴുതുകയാണ്. അള്ളാഹ് ഉദ്ദേശിച്ചവർ എന്നതിൽ ഞാൻ പെടുമോ ഇല്ലയോ എനിക്കറിയില്ലല്ലോ. 5-ാമത്തെ കത്ത് റസൂലുള്ളാഹി എടുത്തിട്ടുണ്ട്. 6-ാമത്തെ കത്ത് മറുപടി ഇങ്ങോട്ട് വരാണ്. എന്താണ് 6-ാമത്തെ കത്ത്? 6-ാമത്തെ കത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിന്റെ 53-ാമത്തെ ആയത്ത് അവതരിച്ചതാണ്. പോരെ വഹ്ഷി, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നമുക്കുള്ള മറുപടിയാണത്. ഒരുപാട് പാപം ചെയ്ത് നിരാശപ്പെട്ടു പോയവരെ, ഇനി ഒരിക്കലും നന്നാവൂല എന്ന് ഉറപ്പിച്ചവരെ, നിരാശപ്പെടല്ലേ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ഇന്നല്ലാഹ യഗ്ഫിറുൽ ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു കരുണയുള്ളവനാ, നിങ്ങൾ നിരാശപ്പെടല്ലേ. അല്ലാഹു ഉദ്ദേശിച്ചവർക്കെന്ന നിബന്ധന അങ്ങ് മാറ്റിക്കോ, എല്ലാവർക്കും അല്ലാഹു പൊറുക്കും. അല്ലാഹുവിന്റെ കരുണ വലുതാണ്. വഹ്ഷി ഈ ആയത്ത് മറുപടിയായി അങ്ങ് എഴുതി. മഹാനായ വഹ്ഷിക്ക് 6-ാമത്തെ കത്ത് അവിടെ കിട്ടിക്കഴിഞ്ഞു. മഹാനായ വഹ്ഷി അതിൽ പരിശോധിച്ചു. ഫലം യജിദ് ഫീഹി ശുർത, ഒരു ന്യായക്കേടും ഇനി പറയാനില്ല. ഫഖദിമൽ മദീന വഅസ്ലമാ, വഹ്ഷി മദീനയിലേക്ക് വന്നു. മഹാനായ വഹ്ഷി മുസ്ലിമായി. മനസ്സിലാക്കണം, റഹ്മത്തിന്റെ പദ്ധതിനുള്ളതാണ്. ആ വഹ്ഷി പോലും എത്ര കടമ്പ കടന്നിട്ടാ റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നത് ഓർക്കണം. മുസ്ലിമായി ഇത്രയും ആയത്തുകൾ ഇറങ്ങിയത് വഹ്ഷി മുസ്ലിമാവാനുള്ളതായ തടസ്സങ്ങൾ നീങ്ങാനാ. വഹ്ഷിയുടെ ചിന്തയെ ന്യായീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങിയത്. വഹ്ഷിയെ അത്രയും അല്ലാഹു പരിഗണിച്ചിരുന്നു. എന്നിട്ടും റസൂലുള്ളാഹി തങ്ങൾ മുന്നിൽ വരല്ലേ എന്ന് പറഞ്ഞിരുന്നു വഹ്ഷിയോട്. ആ വഹ്ഷിയെ പരിഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹി മുന്നിൽ വരല്ലേ എന്ന് പറഞ്ഞ വഹ്ഷിയെ പരിഗണിച്ചുകൊണ്ട് ആയത്തിറങ്ങി സന്തോഷിപ്പിച്ചത് പാപം എത്ര ചെയ്താലും അല്ലാഹു പൊറുക്കുമെന്ന വാക്കാ. നമുക്ക് അത് തന്നെയാ രക്ഷ. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവെ ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാഹ്. പടച്ചോനെ, ഈ മഗ്ഫിറത്തിന്റെ 10 ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ ഒരു സാധാരണ ശനി ഞായറും തീരണ പോലെ, ഒരു സാധാരണ തിങ്കളും ചൊവ്വയും തീരണ പോലെ ഞങ്ങൾക്ക് ഈ 10 ദിവസം നഷ്ടപ്പെട്ടു പോകൂലോ അല്ലാഹ്. അല്ലാഹുവെ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവെ നീ കബൂലാക്കണേ അല്ലാഹ്. അതിന്റെ അർത്ഥവും ആഴവും ഉൾക്കൊണ്ട് ഖൽബിൽ തട്ടിയ ഒരു മഗ്ഫിറത്തിന്റെ 10 ഞങ്ങളുടെ ആയുസ്സിൽ ഒരുപാട് മഗ്ഫിറത്തിന്റെ 10 കിട്ടാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്. നീ ഭാഗ്യം തരണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. റമദാൻ കബൂലാക്കണേ അല്ലാഹ്.